നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. അപ്പൊ എന്നാ വാരി മോനു ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പൊ ഇന്നിപ്പോ മോനൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടില്ല. കുറച്ചായി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇല്ലേ മോനോ? ചില കാര്യങ്ങളുള്ളതുകൊണ്ട് പറ്റില്ല. അതെ. ആ അപ്പോൾ മോനുവിന് ദർസൊക്കെ പൂട്ടിയിട്ട് വെക്കേഷനാണ് അവിടെ. അപ്പോൾ സ്കൂൾക്ക് ഇവിടുന്ന് നേരിട്ട് സ്കൂളിൽ പോവുക വരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്നില്ല. പിന്നെ രാവിലെ പോവും, അവിടെ നിന്നോണ്ടിട്ടാണ്. ഞാൻ പണ്ട് കോട്ടയം ഞങ്ങൾ കാറിൽ ഇവനെ അവിടെ കൊണ്ടുപോയപ്പോ ഇവന് മെയിൻ ആയിട്ടുള്ള ബാഗ് കൊണ്ടുപോകാൻ മറന്ന്. അതെ, ഈ ബാഗ് എടുക്കാൻ മറന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മോന് ബാഗ് മുത്തു ബൈക്കിന്റെ ബാഗ് കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ അതിന്റെ പിറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നേരെ ബാക്കിൽ ഇവിടെ ഞങ്ങളെ കൂടി ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും പറഞ്ഞു. ഞങ്ങൾ കൊണ്ടാക്കിയപ്പോ ബാഗ് കൊടുത്തയച്ചു. അതെ, ആ ബാഗ് കൊടുത്തയച്ചെന്നെ അന്ന് അതിന്റെ പിറ്റേ ദിവസം നേരെ കൊടുത്ത്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പേരോടെ അതുകൊണ്ടാണ് അത് വന്നോട്ടെട്ടാ. കാരണം അവിടെ വെറുതെ ഇങ്ങനെ ഒരുപാട് അവന്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെ കുറവുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പേരോട് പറയും ഞാൻ പക്ഷെ 3 വണ്ടിയൊക്കെ കയറി പോകണം, റിസ്ക്കാണ്. അപ്പം ഞാൻ പണ്ട് സോഡ കമ്പനി പോയ മാതിരി ആയി എന്നറിഞ്ഞ ഞാൻ പേരോട് അല്ലേ. അപ്പം ഉണ്ടാവട്ടെ ചില ആളുകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ. ഇപ്പം എൻ്റെ ഒരു ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 10-13 വയസ്സ്. പണ്ടൊന്നും ഈ ബാലവേലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ ചുറ്റുപാട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഉപ്പ ജ്യേഷ്ഠന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മാക്കാണ് കൂടുതൽ ഭാരങ്ങൾ. ഉമ്മയാണ് ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ ഉമ്മാക്കൊരു ഉപകാരമുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ സാപ്പാടടിക്കുക കിടക്കാതെ നിൻ്റെ പരിപാടി അന്നിട്ടാ ചെറുപ്പത്തിൽ. അപ്പോൾ ആ സമയത്ത് വേണ്ടപ്പെട്ട ഒരാളോട് ഉമ്മ എന്ത് പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും ചെറിയ ജോലി ഉണ്ടെങ്കിൽ എൻ്റെ മോനക്കൊന്ന് ഇത് റെഡിയായി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ എൻ്റെ ഒരു മൂസാക്കാന്ന് പറയും. ഈ മൂസാക്കാനോട് പറഞ്ഞത്, ഈ മൂസാക്ക നേരെ എന്ത് ചെയ്ത്, ഞാൻ നോക്കട്ടെ സാറാത്ത നേരെ എനിക്ക് ജോലിയാക്കി. എവിടെ? പുത്തനത്താണിയിൽ ഒരു സോഡ കമ്പനിയിൽ സോഡ കുപ്പി കഴിക്കുന്ന പണിക്ക് ഉണ്ടാക്കി. എന്താ സംഭവിച്ചു അറിയാം? സോഡ കമ്പനിയിൽ കൊണ്ടാക്കിയിട്ട് മൂസാക്ക അങ്ങോട്ട് തിരിച്ചു പോകുന്ന. അദ്ദേഹം അന്നൊരു കോൺടാക്ട് ചെയ്യുന്ന അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് അദ്ദേഹം സൈറ്റിലൊക്കെ കറങ്ങി. അദ്ദേഹം നമ്മുടെ വീട്ടിൽ ജസ്റ്റ് വന്നിട്ട്, സാറാത്ത മോനക്ക് സുഖാട്ടാ, വലിയ മേത്ത് കുടിച്ച പണിയൊന്നുമില്ല, ചെറിയ പണിയുള്ളൂ, അൽഹംദുലില്ലാ ഫുഡും കാര്യങ്ങളും അവിടെ കിട്ടും, അവിടെ റൂമും എല്ലാം സുഖമാണ്. എനിക്ക് കുറച്ചിങ്ങനെ ആ കുപ്പി ഇങ്ങനെ കഴുകിയപ്പോൾ ആ മുതലാണ്ട ചൂടാവലും എല്ലാം കൂടി എനിക്ക് എന്തൊക്കെയുണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പോൾ. അപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് അടിച്ചിങ്ങനെ അങ്ങനെ അകത്ത് കിടക്കണേ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അപ്പം ഞാൻ എന്ത് ചെയ്ത് എനിക്ക് തോന്നി പിന്നെ എന്തൊക്കെ ഉമ്മാനൊക്കെ മിസ് ചെയ്യാം, ആ പ്രായമല്ലേ. എല്ലാം കൊണ്ടും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഞാൻ മെല്ലെ വീട്ടിൽ തന്നെ വന്ന് കിടന്നീന്ന്. അതേ ഒരു മഞ്ചാന്ന് പറയും, ആ റൂമിലുള്ള ആ മഞ്ചയിൽ വീണ്ടും തിരിച്ച് കിടന്നേന്. കുറേ കഴിഞ്ഞ് മൂസാക്ക് ഇങ്ങനെ വന്നിട്ട്, സാറാത്ത എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാ സുഖമാണ്. ആ ചെക്കൻ അവിടെ നല്ല സുഖമാണ്, തെറ്റില്ലാത്ത നല്ല പണിയാണ്, മേത്ത് കുറിച്ച പണിയൊന്നുമില്ല, ഫുഡും റൂമൊക്കെ അവിടെ ഉണ്ടിട്ടാ. അല്ല മൂസേ, ആരെ കാര്യം ജി പറയണേ? നിങ്ങളെ മുസ്തഫാൻ്റെ മൂസേ, ആ പഹന് തയ്യ ഒത്തുകി കെടുക്കുന്ന മഞ്ചമ്മേ, ആ പഹൻ്റെ കാര്യം ജി പറഞ്ഞ് ഓനൊക്കെ നന്നായി വിചാരിച്ചോന. അതിന് മൂസാക്ക ഇങ്ങനെ പുത്തനത്തോണി ഇവിടെ എത്തിയ മൂസാക്ക എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ, മുസ്തഫ, ആ മൂസാക്ക ഇജ്ജെന്തേടെ അവിടുത്തെ പോന്ന്? ഒന്നുമില്ല, എന്തൊക്കെയാ അവിടെ പറ്റണില്ല. അപ്പൊ എന്നാ വാരി മോനു അതുപോലെ അനുഭവങ്ങൾ ആർക്കും ഉണ്ടായിട്ടുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ടാ. ഉണ്ടാവും ചിലപ്പോ ചെറുപ്പത്തിലൊക്കെ അല്ലേ. അപ്പോ എല്ലാരും ഉണ്ട്.
ചെറിയ വർക്കിലാണ്. അങ്ങനെയൊക്കെയാണ് അൽഹംദുലില്ലാ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? നോമ്പന്തലൊക്കെ ആയിട്ടുണ്ട്. നോമ്പൊക്കെ നിങ്ങളെല്ലാവരും അള്ളാഹു എത്തിക്കട്ടെ അല്ലേ? പിന്നെ കഴിഞ്ഞു. അതെ. പിന്നെ പൊന്നൊരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ് ആ പാട്ടുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊന്നൂൻ്റെ 2 വരി പാട്ട് കേട്ടോ. അല്ലല്ല, കൊറേ വരി ആയിക്കോട്ടെ, പാടിക്കോ. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. കണ്ണുമാര്യം പെയ്യാതെന്നാലോ സൃഷ്ടികൾ പാട്ട് ഫുള്ള് പഠിച്ചിട്ട് ഇപ്പം മുഴുവൻ പാടും. ചോദിച്ചു നോക്ക്, എല്ലാവർക്കും ഇഷ്ടമായിക്കണ, ഷെയർ ചെയ്യുകൊണ്ട് എല്ലാം പറയും. എല്ലാവരും പൊന്നോ എല്ലാവരും ചോദിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടിരിക്കണ പാട്ട്. അപ്പോൾ നമ്മളെ പൊന്നൂൻ്റെ പാട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണ നിങ്ങൾ പറയുകൊണ്ട് കമൻറ്റ് ചെയ്യുകൊണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകൊണ്ട്. പൊന്നൂന് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടാൻ. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്? പൊന്നു പഠിച്ച് വേറെ 1-2 പാട്ടുകൾ ഇങ്ങോട്ട് പാടിത്തരാണ്ട് അത് ജസ്റ്റ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി അതായത് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് വീണ്ടും നിങ്ങളോട് പാടിത്തരുന്നതാണ്. ഞാൻ വേറൊരു പാട്ട് പാടി തന്നെ, അത് ഞാൻ ഒന്നും കൂടി പാടിത്തരാണ്. മിനി സീറ്റടിച്ചിട്ട് റാപ്പടിച്ചപ്പോ തീ പിടിച്ചെന്റെ മൂട്ടില് മിനി നീരം കൊണ്ടൊരു മാതിരി, കാറ്റടിച്ചപ്പ കാട്ടത്തി കമ്പിത്തിരിയിലാത്തിരി, തീപ്പെട്ടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി, പച്ച പാരിസാരി പച്ച മലയാളി പൂഷ മോതലാളി പാതിരാശി വാളെടുത്താൽ വായാരി തോക്കെടുത്തത് ചന്ദ്രനാണ് ചന്ദ്രനാണ്. അടിപൊളിയാണ്. കഴിഞ്ഞോ? അപ്പൊ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എല്ലാവരോടും. പൊന്നോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ഷെയർ ചെയ്യാം, ഫോളോ ചെയ്യാം. ഇങ്ങനെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, എനിക്ക് സെപ്പറേറ്റ് ഒന്നും തുടങ്ങിയിട്ട്. അതിന്റെ പേര് അറിഞ്ഞു കൊടുത്താ എന്റെ ഇൻസ്റ്റ ഷിഹാൻ ZX, മുഹമ്മദ് ഷിഹാൻ ZX. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി എന്താ പറയാനുള്ളത്? അപ്പോൾ പറയാനുള്ളതൊക്കെയാണ്. പരമാവധി ഏതാനും ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഒരു 9:30-10 മണി സമയത്ത് ലൈവ് ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് വേണം ഇൻഷാ അല്ലാഹ്. നമുക്ക് റമദാൻ സ്പെഷ്യലി മാളു സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ല ഓക്കെ, അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു അടി ഇവിടെ നടക്കുന്നുണ്ട്. പിടിച്ചു നോക്കട്ടെ കിട്ടുമെന്നുള്ളത്. ആ പൊന്നു വൈൻഡപ്പ് ചെയ്താ പൊന്നു ചായപ്പ കുടിക്കും. അടുത്ത പരിപാടി അതാണ്. പൊന്നോ ചായക്കടി വാങ്ങാ ഇജ് വൈൻഡപ്പ് ചെയ്യണം. ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോ പുതിയ വീഡിയോ നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.